നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 248 248. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 14 35-ാമത്തെ ശ്ലോകമാണ്, 36-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ശ്ലോകം നമ്പർ 36. മൈത്രേയാവാച സ്വസർഗസ്യാശിഷം ലോക്യാം ആശാസാനാം പ്രവേപതീം നിവൃത്തസന്ധ്യനിയമോ ഭാര്യാം ആഹ പ്രജാപതി. തൻ്റെ സന്താനത്തിന് ലോകഹിതമായിരിക്കുന്ന ആശിസ്സിനെ പ്രാർത്ഥിക്കുന്നവളും അധികം വിറയ്ക്കുന്നവളുമായ ഭാര്യയോട് സന്ധ്യാനിയമത്തെ നടത്തിക്കഴിഞ്ഞിരിക്കുന്ന കശ്യപൻ പറഞ്ഞു. അപ്പോൾ നിയമത്തെ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല എന്നൊരു താക്കീതുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗസ്റ്റ് വന്നാലും ഒരു ഭാഗത്ത് ഇരിക്കാൻ പറയാം. നമ്മൾ വീട്ടിലുള്ള ആരാധന പൂജാക്രമങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യാൻ പാടുള്ളൂ. അത് മറ്റുള്ളവർക്ക് മനസ്സിലായാൽ പിന്നെ അവർ ആ സമയത്ത് വരില്ല. നമ്മൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് തെറ്റ്. നമ്മൾക്ക് പ്രശ്നം ഉണ്ടാവണം. ഈശ്വരോപാസന അത്യന്താപേക്ഷിതമാണ്, ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളൊരു ധാരണ വരണം. അപ്പോൾ മൈത്രേയൻ പറഞ്ഞു, അതിൻ്റെ ഭാവാർത്ഥം പറയാണ്, തൻ്റെ സന്താനത്തിന് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷേമം ഉണ്ടാവാൻ ഉപകരിക്കുന്ന വിധം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ശ്രീ രുദ്രഭയം നിമിത്തം ആപാദചൂടം വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യയോട് സന്ധ്യാവന്ദനാദി നിത്യകർമ്മം നടത്തിയ ശേഷം ശാന്തിയെ ആശ്രയിച്ചിരിക്കുന്ന കശ്യപൻ പറഞ്ഞു. ഇപ്പോൾ ഇതിലൊരു ഗുണവിശേഷം നമ്മൾ മനസ്സിലാക്കണം. വായ തോരാതെ കണ്ട് കശ്യപ പ്രജാപതി ദിതിക്ക് ഉപദേശം കൊടുത്തു. അതൊന്നും കേട്ടില്ല. അവർ മടിക്കുത്ത് പിടിച്ചു വലിച്ചു, കാര്യം സാധിച്ചു. പക്ഷേ അദ്ദേഹം ആ ആപത്കണ്ഠത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഈശ്വരനെ വിളിച്ച് നിലവിളിച്ച് നമസ്കരിക്കുണ്ടായി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശാന്തത നഷ്ടം വന്നില്ല. നേരെ മറിച്ച് ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം ദിതിക്കുണ്ടായപ്പോൾ ദിതിക്ക് മുട്ടുംകാല് പറിക്കാൻ തുടങ്ങി. അദ്ദേഹം ശാന്തചിത്തനായിട്ടിരിക്കുകയാണ്. ഇതാണ് ധർമ്മം അനുഷ്ഠിക്കുന്നവൻ ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധർമ്മത്തെ നിഷേധിച്ചവളായ ദിതിക്കാണ് പ്രശ്നം മുഴുവൻ. അപ്പോൾ ഇതൊക്കെ എന്തിനാ അത്ര വിസ്തരിച്ച് പറയണത്? നമ്മൾ ആരാവണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കശ്യപ ഉവാച 37 38 ഒപ്പം പോവും. അപ്രായത്യാദാത്മനസ്തേ ദോഷാൻ മൗഹുർത്തികാദുദം മന്യദേശാദിചാരേണ ദേവാനാം ച അതിഹേളനാത് ഭവിഷ്യതസ്തവ ഭദ്രാവഭദ്രേ ജാഠരാധമൗ ലോകാൻ സബാലാം സ്ത്രീം ചണ്ഡീ എന്നാണ് മുഹുരാഗന്ത്രയിഷ്യതാം. നിൻ്റെ ആത്മാവിൻ്റെ വണക്കമില്ലായ്മ കൊണ്ടും മുഹൂർത്തത്തെ സംബന്ധിച്ചതായ ദോഷം ഹേതുവായിട്ടും എൻ്റെ ആജ്ഞയെ അതിക്രമിച്ചതുകൊണ്ടും ദേവന്മാരുടെ പേരിൽ അധികം നിന്ന് കാണിച്ചതുകൊണ്ടും അമംഗളെ നിനക്ക് അമംഗളകരന്മായ അധമന്മാരായ 2 പുത്രന്മാർ ഭവിക്കും. ഉഗ്രസ്വഭാവമുള്ളവളെ
ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാത്തവളെ എന്നർത്ഥം. അതാണ് ഉഗ്ര സ്വഭാവമുള്ളവളെ. പിന്നെ പാലകന്മാരോട് കൂടിയ 3 ലോകങ്ങളെ പലപ്പോഴും ആ 2 പേർ കരയിക്കും. നിനക്ക് ഉണ്ടാവാൻ പോകുന്ന 2 മക്കളെ ഈ 3 ലോകത്തെയും കരയിപ്പിക്കും. ഇനി ഇതിനേക്കാൾ വലിയ ദുഷ്ടത വേറെ ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ കശ്യപൻ പറഞ്ഞു, അതിൻ്റെ ഭാവാർത്ഥം പറയാണ്: ഹേ അഭദ്രേ, ഭദ്രമല്ലാത്തവളെ, ചണ്ഡി, സന്താനോൽപാദന സമയത്തിൽ നിൻ്റെ മനസ്സ് ശുദ്ധമായിരുന്നില്ല. അതുകൊണ്ടാണ് ഉണ്ടാവുന്ന പ്രജകൾ ദോഷസമ്പൂർണന്മാരായി തീരുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനും ഒരേപോലെ ഈശ്വര ആരാധന ആയിരിക്കണം. അയ്യോ അമ്മയെന്ന് പറയരുത്. കൃഷ്ണാ ഗുരുവായൂരപ്പ എന്ന് പറയാം. ഏത് സന്ദർഭത്തിലും കൃഷ്ണാ ഗുരുവായൂരപ്പ എന്ന് പറയാം. അപ്പോൾ സന്താനോൽപാദന സമയത്തിൽ നിൻ്റെ മനസ്സ് ശുദ്ധമായിരുന്നില്ല, സമയം ശോഭനമായിരുന്നില്ല. സന്ധ്യാസമയം വർജിക്കണം. എൻ്റെ ആജ്ഞയെ നീ അനുസരിച്ചില്ല, സന്ധ്യാകാല സഞ്ചാരികളായ ദേവന്മാരെ ആദരിച്ചില്ല. ഈ വക ദോഷങ്ങളുടെ ഫലഭൂതന്മാരായിട്ട് നിനക്ക് അധമന്മാരായും അമംഗളസ്വരൂപന്മാരുമായിരിക്കുന്ന 2 പുത്രന്മാർ ജനിക്കും. അവർ ദിക്പാലസഹിതന്മായിരിക്കുന്ന 3 ലോകത്തെയും അടിക്കടി ഉപദ്രവിച്ച് കരയിക്കും. ഗൃഹധർമ്മികൾ ഈ ഭാഗത്തിൽ ശ്രദ്ധിക്കുന്നത് ശ്രേയസ്കരമായി വരും എന്ന് വിവർത്തകൻ തന്നെ, പണ്ഡിറ്റ് ഗോപാലൻ നായർ, അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി 39-40 ശ്ലോകങ്ങളൊപ്പം പോവും. പ്രാണീനാം ഹന്യമാനാനാം ദീനാനാം അകൃതാഗസാം സ്ത്രീണാം നിഗൃഹ്യമാണാനാം കോപിതേഷു മഹാത്മസു തഥാ വിശ്വേശ്വര ക്രുദ്ധോ ഭഗവാൻ ലോകഭാവന ഹനിഷ്യത്യവതീര്യാസോ യഥാന്ദ്രീൻ ശതപർവധൃക്. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അപരാധം ചെയ്യാത്തവരും ദുഃഖിതന്മാരും ഹനിക്കപ്പെടുന്നവരുമായ പ്രാണികളുടെയും ബലാത്കാരേണ ബന്ധിക്കപ്പെടുന്ന സ്ത്രീകളുടെയും ശാപത്താലും അർത്ഥം. മഹാത്മാക്കൾ കോപിക്കപ്പെട്ടതുകൊണ്ട് ലോകത്തെ പരിപാലിക്കുന്നവനും വിശ്വങ്ങളുടെ ഈശ്വരനുമായ ഭഗവാൻ ശ്രീനാരായണൻ ക്രോധിച്ചവനായിട്ട് അവതരിച്ച് വ്രജായുധത്തെ ധരിച്ചവൻ ആരെ? ഇന്ദ്രൻ പർവ്വതങ്ങളെ എന്ന പോലെ സംഹരിക്കും. ആരേനെ? നിൻ്റെ 2 മക്കളെ എന്നാണ് പറഞ്ഞത് പോരെ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, നിൻ്റെ പുത്രന്മാർ നിരപരാധികളായ പ്രാണികളെ ദയ കൂടാതെ സംഹരിക്കും. അതാണ് എന്താ പറയുക, അനിഷ്ടത്തിൽ അനിഷ്ടം എന്ന് പറയും. അനിഷ്ടമാണ്, അതിലും അനിഷ്ടമാണ് സംഭവിക്കുക. നിൻ്റെ ആ പുത്രന്മാർ നിരവധികളായ പ്രാണികളെ ദയ കൂടാതെ സംഹരിക്കും. സ്ത്രീജനങ്ങളെ ബലാത്കാരേണ അപഹരിക്കും. മഹാത്മാക്കളെ കോപിപ്പിക്കും. അപ്പോൾ ലോകരക്ഷകനായ ഭഗവാൻ വിശ്വേശ്വരൻ അവതരിച്ചിട്ട് ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ പക്ഷങ്ങൾ മുറിച്ചതുപോലെ നിൻ്റെ പുത്രന്മാരെ സംഹരിക്കും എന്നൊരു വാണിംഗ് കൊടുത്തു. ദിതിരുവാച. അപ്പോൾ ദിതി പറയണു 41-ാമത്തെ ശ്ലോകം. വധം ഭഗവതാ സാക്ഷാൽ സുനാഭോദാരബാഹുന ആശാസേ പുത്രയോർമഹ്യം മാ ക്രുദ്ധാൽ ബ്രഹ്മണാദ് വിഭോ. സുദർശന ചക്രത്താൽ ഉത്കൃഷ്ടമായ കൈയോടുകൂടിയ സാക്ഷാൽ ഭഗവാനാൽ എൻ്റെ പുത്രന്മാരുടെ വധത്തെ ആകാംക്ഷിക്കുന്നു. ഹേ സർവത്തിനും ശക്തനായുള്ളവനെ, കോപിച്ചിരിക്കുന്ന ബ്രാഹ്മണിൽ നിന്ന് വധം ഭവിക്കരുത്. നോക്കൂ, ക്രോധിച്ച ബ്രാഹ്മണൻ വധിച്ചാൽ 7 ജന്മത്തിന് ഗതി കിട്ടില്ല. ഈശ്വരൻ വധിച്ചാൽ മോക്ഷം കിട്ടുക. ഇതും നമ്മൾ മനസ്സിലാക്കണം. ദിതി പറഞ്ഞു, സുദർശന ചക്രം കയ്യിൽ ധരിച്ചിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ എൻ്റെ പുത്രന്മാരെ വധിക്കുന്നതായാൽ അവർക്ക് മോക്ഷം സിദ്ധിക്കും. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആവിധമായ മരണം അവർക്ക് നേരിടുന്നതിൽ എനിക്ക് ഖേദമില്ല.
കോപിച്ചിരിക്കുന്ന ബ്രാഹ്മണനിൽ നിന്നും വധം നേടാതിരിക്കണം. അപ്പോൾ വളരെ അറിവുള്ളവളാണ്, ആവശ്യത്തിന് ഉപകാരമായില്ല എന്ന് മാത്രം. 42 ന ബ്രഹ്മദണ്ഡദഗ്ധസ്യ ന ഭൂതഭയദസ്യ ച നരകാശ്ചാനുഗൃഹ്ണന്തി യാം യാം യോനിമസോഗതാം. ബ്രാഹ്മണശാപത്താൽ ദഹിച്ചവൻ്റെയും ഭൂതങ്ങൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവൻ്റെയും നേരെ നരകവാസികൾ കൂടെ അനുകമ്പ കാണിക്കയില്ല. ഏതേത് യോനിയെ ഇവൻ പ്രാപിക്കുന്നുവോ, ഏത് യോനിയിൽ ജനിച്ചാലും ബ്രാഹ്മണശാപം കൊണ്ടാവരുതെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ബ്രാഹ്മണശാപത്താൽ ദഹിച്ചവനെയും ഭൂതങ്ങൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവനെയും കുറിച്ച് നരകത്തിൽ കിടന്ന് ദുഃഖം അനുഭവിക്കുന്നവർ കൂടെ ദയ വിചാരിക്കുന്നില്ല. അവർ ഏതേത് യോനിയിൽ ജനിച്ചാലും ആ ജാതിക്കാർ അവരെ അനുഗ്രഹിക്കയില്ല. ചിലതൊക്കെ കട്ട് ആൻഡ് റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഇനി കശ്യപൻ്റെ മറുപടിയാണ്. കശ്യപ ഉവാച 2 ശ്ലോകം 43 44 ഒപ്പം പോവും. കൃതശോകാനുതാപേന സദ്യപ്രത്യവമർശനാത് ഭഗവത്യുരുമാനാശ്ച ഭവേ മയ്യപിതാ ച ആദരാത് പുത്രസ്യൈവതു പുത്രാണാം ഭവിതേക സദാം മദാ ഗാസ്യന്തി യദ്യശുദ്ധം ഭഗവത് യശസ്സാ സമം. അതായത് കൃത്യത്തെ ദുഃഖവും പശ്ചാത്താപവും ഉണ്ടായതുകൊണ്ടും ഉടനെ തന്നെ വേണ്ടുന്ന വിധം ആലോചന ചെയ്തതുകൊണ്ടും ഭഗവാനായ ശിവനിൽ മഹത്തായ ബഹുമാനമുണ്ടായതുകൊണ്ടും എന്നിലും ആദരം ഹേതുവായിട്ടും. അപ്പം എന്തായി അർത്ഥം? എന്നിലും ആദരം ഹേതുവായിട്ടും. ഇപ്പോൾ ഭാര്യയാണ്, ഭർത്താവ് എൻ്റെ റൈറ്റാണെന്ന് വിചാരിച്ച് ആദരിക്കാതെ കൊണ്ട് ജീവിച്ചാൽ നരകം ഫലന്ന. ആരുടെ തെറ്റോ എന്നുള്ളതല്ല, സ്ത്രീധർമ്മമാണ് ഭീഷ്മ പിതാമഹൻ ധർമ്മപുത്രക്ക് ഉപദേശിച്ചത്. മെയിൽ ധർമ്മം പറഞ്ഞിട്ടില്ല. കാരണം ആണുങ്ങൾക്ക് എങ്ങനെയാലും കുഴപ്പമില്ല, പ്രജകൾ ഉണ്ടാവുന്നത് സ്ത്രീകൾക്കാണ്. അപ്പോൾ അതിന് ഒരു വിത്ത് പുരുഷൻ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും അതിനെ ചുമന്ന് പ്രസവിക്കുന്നത് ആരാ? സ്ത്രീയാണ്, അമ്മയാണ്. അപ്പോൾ അമ്മയുടെ ഗുണഗണങ്ങളാണ് സത്യത്തിൽ ജാസ്തി ആർക്ക്? കുട്ടിക്ക്. ഇത് പറയുമ്പോൾ അച്ഛന് പ്രാധാന്യം അല്ല എന്ന് പറഞ്ഞില്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലവർ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരെ വിഷമിപ്പിക്കാവുന്ന രീതിയിൽ സമാധാനം പറഞ്ഞിട്ടില്ല. അത് ഒരു വഴുതൽ പ്രസ്ഥാനത്തിൽ മുന്നിലേക്ക് പോകാൻ നല്ലതാണ് അമ്മാതിരി സമയത്ത്. എന്തുകൊണ്ട് സ്ത്രീധർമ്മം പറഞ്ഞു? കാരണം സ്ത്രീയാണ് കുടുംബത്തിൻ്റെ നെടുനായകത്വം ഭവിക്കുന്നത്, അച്ഛനല്ല. അപ്പോൾ പുത്രൻ്റെ സത്തുക്കൾക്ക് സമ്മതനായിട്ടു ഭവിക്കും. നിർമ്മലമായ യാതൊരുവൻ്റെ യശസ്സിനെ ഭഗവാന്റെ യശസ്സോടുകൂടെ ഗാനം ചെയ്യും. നല്ല ആൾക്കാരുടെ യശസ് ഭഗവാനെ കീർത്തിക്കുന്ന പോലെ കീർത്തിക്കുന്ന അർത്ഥം. ദുഷ്ടജനങ്ങളാണെങ്കിലോ കീർത്തിക്കില്ല. അപ്പോൾ കശ്യപൻ പറയണു, ആ 2 ശ്ലോകത്തിനും കൂടിയും ഭാവാർത്ഥം പറയണു. നിഷിദ്ധകർമ്മം ചെയ്തതിനെക്കുറിച്ച് ദുഃഖിക്കുകയും പശ്ചാത്താപിക്കുകയും ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഉടനെ തന്നെ വേണ്ടുന്ന വിധം ആലോചിച്ച് ഭഗവൻ നമസ്കാര രൂപമായ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും. ഭഗവാനെ നമസ്കരിക്കുക എന്നതിൽ കവിഞ്ഞ വലിയൊരു പ്രായശ്ചിത്തമില്ല. ഇത് ഗണികന്മാർക്ക് അറിയാഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ കാരണം അവർ ഭാഗവതം വായിച്ചോളണമെന്നില്ലല്ലോ. ബ്രാഹ്മണരും മുഴുവൻ ഭാഗവതം വായിച്ചവരല്ല. അവരവരുടെ ജോലി, തന്ത്രിയാണെങ്കിൽ തന്ത്രം, പൂജാരി ആണെങ്കിൽ പൂജ, വേർപാട് സംബന്ധമായിട്ടുള്ളത് ചില ക്രിയകളൊക്കെ നമ്പൂരിമാർ അല്ലെങ്കിൽ ബ്രാഹ്മണർ പഠിച്ചു എന്ന് വരും. ഭാഗവതം പഠിച്ചാൽ പിന്നെ
ഇതൊന്നും ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഉടനെ തന്നെ വേണ്ടുന്ന വിധം ആലോചിച്ച് ഭഗവൻ നമസ്കാര രൂപമായ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവാനായ ശ്രീ രുദ്രനെ ബഹുമാനിക്കുകയും എന്നെയും ആദരിക്കുകയും ചെയ്തത് കൊണ്ട്, അത് ഭർത്താവിനെ ആദരിക്കുക എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ ചെയ്തുകൊണ്ട് എൻ്റെ പുത്രന്മാരിൽ ഒരുവനുണ്ടാകുന്ന പുത്രന്മാരുടെ മധ്യത്തിൽ ഒരുവൻ, അതായത് പ്രഹ്ലാദൻ, സജ്ജനസമ്മതനായി വരും. അവൻ്റെ പരിശുദ്ധമായ ഭഗവത് ഭക്തി നിമിത്തമുണ്ടാകുന്ന കീർത്തിയെ ഭഗവത് കീർത്തിയോടുകൂടെ യോജിപ്പിച്ചും കൊണ്ട് മഹാജനങ്ങൾ കീർത്തനം ചെയ്യും. അപ്പോൾ ബാലൻസിങ് ആക്റ്റായി. 45 യോഗൈർഹേ ഏവ യോഗൈർഹേമേവ ദുർവർണം ഭാവയിഷ്യന്തി സാധവ നിർവൈരാധിഭിരാത്മാനം യശീലം അനുവർത്തിതും. യശീലം എന്നൊന്നും വായിക്കരുത്. യത് ശീലം കൂട്ടക്ഷരാണത്. അപ്പോൾ യശീലം എന്ന് പറഞ്ഞാൽ ആ വാക്ക് യത് ശീലം, യാതൊരുവൻ്റെ ശീലത്തെ അനുവർത്തിപ്പാനായിക്കൊണ്ട് സജ്ജനങ്ങൾ അന്ധക്കരണത്തെ വൈരാദിഭാവങ്ങളെ ഉപേക്ഷിക്കുന്നതായ യോഗങ്ങൾ കൊണ്ട്, യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിനെ വേറൊന്നും ലയിപ്പിക്കുക എന്നാണ്. ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ഭക്തിയിൽ ലയിക്കുന്നേ. നിറം ദുഷിച്ചിരിക്കുന്ന സ്വർണത്തെ പോലെ ശോധന ചെയ്യും. അതായത് സ്വർണത്തിനും ചളി പിടിച്ചാൽ എന്ത് ചെയ്യും? നല്ല സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകും, അല്ലെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്യും. അതുമല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിയാൽ അതിൻ്റെ രൂപം മാറാത്ത രീതിയിൽ ചളി പോവും. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, നിൻ്റെ ആ പൗത്രൻ്റെ ശ്ലാഘ്യമായ ശീലത്തെ അനുസരിച്ചും ജീവിതം കഴിച്ചുകൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായ സജ്ജനങ്ങൾ അന്യധാതുക്കളുടെ സംയോഗം നിമിത്തം നിറപ്പകർച്ചയുള്ള സ്വർണത്തെ അഗ്നിയിലിട്ട് തീ ശുദ്ധമാക്കുന്നത് പോലെ അഗ്നിയിലിട്ട് അഗ്നിയിലിട്ട് അതിനെ ശുദ്ധമാക്കുന്നത് പോലെ നിർവൈരാദി ഭാഗങ്ങളെ അഭ്യസിച്ചിട്ട് അന്ധകരണത്തെ പരിശുദ്ധമാക്കുവാൻ പരിശ്രമിക്കും, വിജയിക്കും എന്ന് പറയാം. 46-ാമത്തെ ശ്ലോകം പറയണു, യത് പ്രസാദാത് ഇതം, വളരെ ശ്രദ്ധിക്കണം, യത് പ്രസാദാത് ഇതം വിശ്വം പ്രസീദതി യദാത്മകം സസ്വദൃഗ് ഭഗവാന്യസ്യ തോഷ്യതേ അനന്യയാദൃശ. ഇതാണ് ശ്ലോകം. യാതൊരുവൻ്റെ സ്വരൂപമായിരിക്കുന്ന ഈ ലോകം യാതൊരുവൻ്റെ പ്രസാദ നിമിത്തം സന്തോഷിക്കുന്നു. സർവസാക്ഷിയായ ആ ഭഗവാൻ യാതൊരുവൻ്റെ പേരിൽ അനന്യയായ ദൃശ, അഭേദദൃഷ്ടിയാൽ, ഭേദമില്ലാത്ത ദൃഷ്ടി കൊണ്ട് സന്തോഷിക്കും. ഇത് നമ്മൾക്ക് വലിയൊരു ഗുണപാഠമാണ്. മകളോടും മരുമകളോടും ഒരേപോലെ അമ്മ പെരുമാറിയാൽ അമ്മയ്ക്ക് രക്ഷപ്പെടാം. അല്ല, അമ്മ മരുമകളോട് ഇരട്ടത്താപ്പാണ് കാണിച്ചത് വിചാരിക്കുക, ആ അമ്മ നരകിക്കും. അതിന് കാരണക്കാരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ അങ്ങനെയാണ്. ചിലവർക്ക് അങ്ങോട്ട് വന്ന സ്ത്രീകളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. കുടുംബത്തിൽ അവർക്കില്ലാത്ത കുറവുകളാവും. പക്ഷേ ഈശ്വരൻ എന്തില്ല? ഭേദഭാവനില്ല. അപ്പോൾ നമ്മുടെ ഭേദഭാവന നമ്മൾ അപ്ലൈ ചെയ്തുവോ ചെയ്തില്ലയോ എന്നുള്ളത് ആർക്കാണ് അറിയുക? അവരവരിലുള്ള ചൈതന്യം. അതിനിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ദേശദേവതയ്ക്ക് അങ്ങനെ ഉണ്ടല്ലോ, പൊന്നിൻ്റെ ഓടക്കുഴലോ അല്ലെങ്കിൽ സ്വർണം, കൊടിമരം സ്വർണം പൂശാൻ പവൻ കൊടുക്കേ, അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. കാരണം
സർവജീവ ഗുഹാശയനായിരിക്കുന്ന പരബ്രഹ്മം എല്ലാ ജീവന്മാരിലുണ്ടെന്നും ഏതേത് വ്യക്തികൾ ഏതേത് ജീവന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിൽ അന്തര്യാമി സ്വരൂപമാണ് ഇരിക്കുന്ന ചൈതന്യത്തിനറിയും. അതിൻ്റെ കൂലി അത് തരും, അത് അനുഭവിച്ചിട്ട് നമ്മൾ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണോ, യാതൊരുവൻ്റെ പ്രസാദം നിമിത്തം ഈ വിശ്വം ഒരുവൻ്റെ നേരെ പ്രസാദിക്കുന്നുവോ, ഈ ലോകം തന്നെ യാതൊരുവൻ്റെ സ്വരൂപമായിരിക്കുന്നുവോ. കാരണം ഈ ജഗദീശ്വരൻ്റെ സ്ഥൂല രൂപമാണ് ഈ കാണുന്ന യൂണിവേഴ്സ്. അപ്പോൾ അതിലുള്ള വെള്ളത്തിനെ ദുഷിപ്പിക്കുക, അതിലുള്ള മരങ്ങളെ മുറിക്കുക, വായുവിനെ പൊല്യൂട്ടുണ്ടാക്കുക, വെള്ളത്തിനെ പൊല്യൂട്ടുണ്ടാക്കുക, ഇതിനൊക്കെ നമ്മൾ ഉത്തരം പറയണം. അതുകൊണ്ടാണ് ഒരുവൻ്റെ നേരെ പ്രസാദിക്കുന്നുവോ, ഈ ലോകം തന്നെ യാതൊരുവൻ്റെ സ്വരൂപമായിരിക്കുന്നുവോ, ആ ഭഗവാൻ നിൻ്റെ പൗത്രൻ്റെയും അനന്യഭാവം നിമിത്തം അവനെക്കുറിച്ച് സന്തോഷിക്കും. ഈശ്വരീയമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരെ ഈശ്വരൻ കൈവിടില്ല. അത് ജാതീയ ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും വൈശ്യനാണെങ്കിലും ശൂദ്രനാണെങ്കിലും എന്ത് ജാതിയായാലും ശരി. ഇനി 47 മുതൽക്കുള്ളതൊക്കെ 4 വരി ശ്ലോകങ്ങളാണ്, നോക്കാം. സവൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതാം മഹിഷ്ട പ്രവൃദ്ധഭക്ത്യാഹ്യനുഭാവിതാശയേ നിവേശ വൈകുണ്ഠമിമം വിഹാസ്യതി. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ മഹാനായ ഭാഗവത ഭക്തനും മഹാമനസ്കനും മഹത്തായ അനുഭവത്തോടു കൂടിയവനും മഹാന്മാരുടെ കൂട്ടത്തിൽ അതിശയേന മഹാനുമായ അവൻ ഏറ്റവും അധികരിച്ച ഭക്തിയാൽ പരിശുദ്ധമായ അന്ധകരണത്തിൽ ശ്രീ ഭഗവാനെ ഉറപ്പിച്ചിട്ട് സ്വന്തം ഹൃദയത്തിലെ ശുദ്ധമായ അന്ധകരണത്തിൽ ശ്രീ ഭഗവാനെ ഉറപ്പിച്ചിട്ട് ഈ ലോകത്തെ ഉപേക്ഷിക്കും നിശ്ചയം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, മഹത്തായ മനോഭാവവും മാഹാത്മ്യവും അതിശയമായ ഭക്തിയുമുള്ളതുകൊണ്ട് മഹാന്മാരിൽ വെച്ചും അത്യന്തം മഹാനായ നിൻ്റെ പൗത്രൻ വിശുദ്ധ ഭക്തിയാൽ അതിനിർമ്മലമായ അന്ധകരണത്തിൽ ശ്രീ ഭഗവാനെ ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഭഗവത് ലോകത്തെ പ്രാപിക്കും. പിന്നെന്താ വേണ്ടത്? 48 ശ്ലോകം. അലംപടശീലധരോ ഗുണാകരോ ഹൃഷ്ടപരാർധ്യാവ്യതിതേ വൃദ്ധിതോ ദുഃഖിതേഷു അഭൂതശത്രുർജഗത ശോകഹർത്ത നൈദാഘികം താപം ഇവോടു രാജ. ഇതാണ് 4 വരി ശ്ലോകം. അതിൻ്റെ അർത്ഥം, ലംബടനല്ലാത്തവൻ. ലംബടൻ എന്ന് പറഞ്ഞാൽ സ്ത്രീ ലംബടൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ വശീകരണത്തിൽ വീഴുന്നവൻ, സ്ത്രീകളെ വശീകരിക്കുന്നവനൊക്കെ അർത്ഥം പറയും. ശോഭനമായ സ്വഭാവത്തെ ധരിച്ചവൻ, ഗുണങ്ങളുടെ ഇരിപ്പിടമായവൻ, പരന്മാരുടെ സമൃദ്ധി കൊണ്ട് സന്തോഷിച്ചവൻ, ദുഃഖം അനുഭവിക്കുന്നവരിൽ ദുഃഖിക്കുന്നവൻ. അതൊരു ക്വാളിറ്റിയാണ്. ശത്രുവില്ലാത്തവൻ, വേനൽക്കാലത്തിലുള്ളതായ ഉഷ്ണത്തെ ചന്ദ്രൻ എന്ന പോലെ ലോകത്തിൻ്റെ ശോകഹർത്ത, ദുഃഖത്തെ ഹരിക്കുന്നവൻ. ഇനി ആണ് അതിൻ്റെ ഭാവാർത്ഥം വരിക. നിൻ്റെ ആ പൗത്രൻ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തവനും സൽസ്വഭാവിയും ഗുണങ്ങൾ തികഞ്ഞവനും പരന്മാരുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്നവനും അന്യന്മാരുടെ ദുഃഖം കാണുമ്പോൾ വ്യസനിക്കുന്നവനും ആരെക്കുറിച്ചും ശത്രുഭാവനയില്ലാത്തവനും വേനൽക്കാലത്തിലുള്ളതായ ഉഷ്ണത്തെ ചന്ദ്രൻ എന്ന പോലെ ലോകത്തിനുള്ള സംസ്കാരക്ലേശത്തെ നശിപ്പിക്കുന്നവനും ആയിരിക്കണം.
അടുത്തത് 49 ശ്ലോകം പറയണു. അന്തർബഹിശ്ച അമലം അബ്ജനേത്രം സ്വപുരുഷേശ്ചാനുഗൃഹീതരൂപം പൗത്രസ്തവ ശ്രീലലനാലലാമം ദ്രഷ്ടാസ്ഫുരൽ കുണ്ഡലമണ്ഡിതാനനം. അതായത് മുഖമാകുന്ന പൂർണ്ണചന്ദ്രൻ. അപ്പം നിർമ്മലനും താമരദളം പോലെ ഇരിക്കുന്ന നേത്രങ്ങളോട് കൂടിയവനും സ്വജനങ്ങളുടെ ഇച്ഛാനുസരണം സ്വീകരിച്ച രൂപത്തോടു കൂടിയവനും ശ്രീദേവിയുടെ ഭർത്താവും പ്രകാശമുള്ള കുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മുഖത്തോടു കൂടിയവനുമായിരിക്കുന്നവനെ ഉള്ളിലും പുറത്തും നൻ്റെ പൗത്രൻ ദർശിക്കും. തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ന് മാത്രമല്ല, പിന്നെ അതായത് ഉള്ളിലും പുറത്തും എൻ്റെ പൗത്രൻ ദർശിക്കും എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ഞാൻ എന്താ ഇടയ്ക്ക് വലതുഭാഗത്തേക്ക് നോക്കിയതെന്ന് വിചാരിച്ചപ്പോൾ ദീപാരാധനയ്ക്ക് അപ്പോൾ ഈ കുരുമ്പലം ശിവക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് 3 വരി ചേരാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ എലഞ്ഞിത്തറ അവിടെ ഒരു വിളക്ക് വെച്ച് അവിടെ നിന്ന് നോക്കിയാൽ കാണും. ഇതിപ്പോൾ പെട്ടെന്ന് 3 വിളക്ക് കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു. പിന്നെ മനസ്സിലായത് അത് പിന്നെ എന്താ പറയുക, പിന്നെ വിളക്കുമാടത്തെ വിളക്കാണെന്നുള്ളത്. എന്തായാലും ഐ ആം ദി ബ്ലെസ്ഡ്. കാരണം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അതൊക്കെ ദർശിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു, അത്യന്തം പരിശുദ്ധനും ദൃഷ്ടമാത്രത്തിൽ കാണുന്ന സമയത്ത് തന്നെ സർവസന്താപങ്ങളെയും സംഹരിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ചന്താമരതളം പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും. ആരെ? ഭഗവാൻ. സ്വഭക്തന്മാരെ അനുഗ്രഹിപ്പാനായി ശ്രേഷ്ഠയായ രൂപത്തെ അംഗീകരിച്ചവതരിക്കുന്നവനും ശ്രീദേവിയുടെ ഭർത്താവുമായിരിക്കുന്ന ശ്രീ ഭഗവാനെ നിൻ്റെ പൗത്രൻ ഉള്ളിലും പുറത്തും ഒരുപോലെ കാണും. അത് വലിയൊരു അവസ്ഥ. മൈത്രേയ വാച. അങ്ങനെ 14-ാം സ്കന്ധം അവസാനിക്കുകയാണ് 50-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട്. ശ്രുത്വാ ഭാഗവതം പൗത്രം മമോദത നിധിർഭൃശം പുത്രയോശ്ചവദം കൃഷ്ണാത് വിദിത്വാ അസീൻ മഹാമനാം. ഭഗവത് ഭക്തനായ പുത്രനെ കേട്ടിട്ടും പുത്രന്മാരുടെ സംഹാരം കൃഷ്ണനിൽ നിന്നാണെന്ന് അറിഞ്ഞിട്ടും മഹാമനസ്കയായ ദിതി ഏറ്റവും സന്തോഷിച്ചു. അതൊരു ഗുണ. എന്തോ ചില അപകടങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്, സംഭവിക്കാനുള്ളത് സംഭവിക്കുകയും ചെയ്തു. ഇനി ആ അപകടത്തിനെ പറ്റി ആലോചിക്കണേക്കാൾ എന്ത് പ്ലസ് പോയിൻ്റാണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത്, അതിനെ മറ്റി ചിന്താതുരയായിട്ട് ഇരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൈത്രേയൻ പറഞ്ഞിട്ട് അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് അധ്യായം കഴിയാണ്. പുത്രൻ്റെ പുത്രൻ ഭഗവത് ഭക്തനാകുമെന്നും പുത്രന്മാരെ ശ്രീകൃഷ്ണൻ സംഹരിക്കുമെന്നും അറിഞ്ഞപ്പോൾ മഹാമനസ്കയായ ദിതി ഏറ്റവും സന്തോഷിച്ചു. ഭഗവാൻ സംഹരിക്കുന്നതിനാൽ പുത്രന്മാർ മുക്തിയെ പ്രാപിക്കുമെന്നോർത്തായിരുന്നു സന്തോഷിച്ചത് എന്ന് പറഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ ബന്ധസർഗനിരൂപണ പ്രകരണേ ദിതി ഗർഭദാന നിരൂപണം നാമ 14ാധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ടാണ് ആ അധ്യായം കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് 19-ാം തീയതി ഫെബ്രുവരി 2025. ഇന്ന് വെഡ്നെസ്ഡേ. ഇപ്പോൾ സമയം ഏറെക്കുറെ 6:30 ഉണ്ടാവും. 6:30 PM. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.